കുറിച്ച് പലരും പലതും പറയും. വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡെയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ. ദോഷൈക ദൃക്കുകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഞാനിത് പറയാൻ കാരണം ഒരു അനുഭവം മാത്രം പറയാം. രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ആഘോഷമാണ്. ഒരു ചെറിയ അനുഭവം പറയാം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ദിവസം പ്രചരണത്തിന് കിട്ടണമെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് തുരുതുരാ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവിടെ ചെന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എത്ര പ്രസംഗങ്ങൾ? 42 മീറ്റിങ്ങുകളോ. ജഗദീശേട്ടൻ അത്രയൊന്നും പ്രസംഗിക്കേണ്ട, ഒരു 21 അല്ലെങ്കിൽ 22, അതിൽ കൂടുതൽ വേണ്ട. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കി. അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ, ഇത് 42 യോഗങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓടി ആ ചെങ്ങന്നൂർ ഒരു മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഞാൻ വന്നോടൻ സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്, CM അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം ബുധനാഴ്ചകളിൽ കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്, അത് വിനോദവും വിജ്ഞാനവും അതിനകത്തുണ്ട്. The way he is handling press, അത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. With facts and figures. അതല്ലാതെ സൂപ്പർ ഫ്ലോസ് ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടല്ല ഡീൽ ചെയ്യുന്നത്. മറിച്ച് കാര്യങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച് പ്രതിപക്ഷ നേതാവാകുമ്പോഴും എന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം നിയമസഭാ സെക്രട്ടേറിയൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. നിയമസഭയിലെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസുകൾ എല്ലാം തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര താല്പര്യത്തോടുകൂടിയാണ് ജനങ്ങൾ കേട്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമല്ല. ഞാൻ നിഷ്പക്ഷനായിട്ടുള്ള ഒരു കലാകാരൻ. എനിക്ക് കലാകാരന് ഈ സർക്കാരിനെ വിമർശിക്കാനും നല്ലത് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥാനങ്ങൾ വഹിക്കാത്ത തന്നെ എന്തെങ്കിലും ജനപക്ഷ നിലപാടുകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അതിന് വേണ്ട പരിഹാരവും അദ്ദേഹം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അനൂപ് ജേക്കബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ TM ജേക്കബ് സാറുമായിട്ട് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു കലാകാരനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അനൂപ് ജേക്കബ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ജേക്കബ് സാറിനാണ് ഓർക്കുന്നത്. ആ സ്നേഹവായ്പ കാളവയൽ മത്സരം ഒക്കെ തന്നെ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ജേക്കബ് സാറിന്റെ ക്ഷണം സ്വീകരിച്ച്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് സാറ്, അദ്ദേഹമായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അന്ന് അദ്ദേഹം വളരെ സമയമെടുത്ത് എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വളരെ സത്യസന്ധനായിട്ടുള്ള ആത്മാർത്ഥതായിട്ടുള്ള ഒരു നേതാവിനെ ഞാൻ ഇതിൽ കണ്ടു. അതേപോലെ തന്നെ ഹൈബീഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായ പാർലമെന്റിൽ നമ്മുടെ ജനങ്ങളുടെ ശബ്ദം മുഴക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ള യുവാക്കളുടെ എന്നും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന പ്രസരിപ്പുള്ള ഒരു നേതാവ്. ഭാവിയിൽ ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ദീപക് ജോയ്, നമ്മുടെ പ്രിയങ്കരനായ MLA ദീപക് ജോയോട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ